മേഘമൊന്നെനിക്കുമേൽ വിരിച്ച സ്നേഹമാൻ നീണ്ട മരുഭൂവിലുള്ളം കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ. നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഗാനങ്ങൾ നിങ്ങൾ കേട്ടുവല്ലോ. തുടർന്ന് നമുക്ക് ദൈവിക വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും സമാധാനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാം പലപ്പോഴും നമ്മൾ മഴയെ ആഗ്രഹിക്കുന്നവരാണ്. മഴ പെയ്യുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നമുക്കറിയാം നല്ല ചുട്ടുപൊള്ളുന്ന വേനൽക്കാലമാണിപ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, എന്തൊരു ചൂടാണിപ്പോൾ, അപ്പോൾ ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസഘട്ടങ്ങളിൽ, നമ്മുടെ നിരാശകളിലൊക്കെ നമുക്കൊരു സാന്ത്വനമാകുന്ന ഒരു കുളിർക്കാറ്റ് പോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായി നമ്മൾ നേരിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ആരോടും പറയുവാൻ കഴിയാതെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾക്കിടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാകുന്ന ഒരു മഴ മഞ്ഞുതുള്ളി പോലെ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതായ ചില ദൈവിക വചനങ്ങൾ ഇന്ന് നമ്മൾ ശ്രമിക്കുവാൻ പോവുകയാണ്. എത്ര പേര് തയ്യാറാകുന്നുണ്ട്? എൻ്റെ നിരാശജനകമായ ഈ അവസ്ഥയിൽ ദൈവമേ, എനിക്ക് ഒന്ന് ആനന്ദിക്കുവാൻ അല്ലെങ്കിൽ എനിക്കൊന്ന് സന്തോഷിക്കുവാൻ വകയില്ലാതെ ഞാൻ ആയിരിക്കുന്ന ഈ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ഒരു കുളിർക്കാറ്റ് പോലെ ഒരു സാന്ത്വനത്തിൻ്റെ മഴ എൻ്റെ ജീവിതത്തിൻ്റെ വിഷയത്തിന്മേൽ പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രിയമുള്ളവരെ, എത്ര നൊമ്പരങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ സ്വന്തം ഭവനത്തിലുള്ളവരോട് പറയുവാൻ, ഒന്ന് പങ്കുവയ്ക്കുവാൻ കഴിയാതെ എത്ര പേര് ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമതകൾ അനുഭവിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളെ കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഓരോ കുടുംബത്തിലെ വ്യക്തി ജീവിതങ്ങളോട് സംസാരിക്കുന്നത് ദൈവം ഇന്ന് ആഗ്രഹിക്കുകയാണ്. എങ്ങനെ? ദൈവിക വചനത്തിലൂടെ. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത് എന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം ബൈബിളുള്ളവർ ബൈബിൾ എടുത്ത് യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ അല്ലെങ്കിൽ പിതാവായ ദൈവം നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതായ ഒരു സന്ദേശമാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. എന്താണ് ഈ വചനത്തിൻ്റെ പൊരുൾ എന്ന് നമ്മൾ ചിന്തിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ ചില പ്രതിസന്ധികളുടെ നടുവിൽ വർഷങ്ങളായി, കാലങ്ങളായി, ദിനങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപക്ഷെ വിവിധ മതത്തിൽപ്പെട്ടവർ ജാതിയോ മതമോ കുലമോ നിറമോ ഗുണമോ ഒന്നും നോക്കാതെ ആര് ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്തു വരുന്നോ, എൻ്റെ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് നമുക്ക് പറയുവാൻ കഴിഞ്ഞ ദിനങ്ങളിൽ നമുക്ക് സഹായിച്ചുവെങ്കിൽ ഇന്ന് ഈ വേളയിലും ദൈവം നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപേ അറിയുന്ന ഒരു ദൈവമുണ്ട്.
പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കുന്നതായ അടിസ്ഥാനപരമായ വിശ്വാസം ഏതുമായിക്കൊള്ളട്ടെ, എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ ഇന്ന് ഈ വേദിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വചനം ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് എന്താണ് പറയുവാനുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കാം വീട്ടിൽ, നിങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കുന്ന ചിന്താഗതിയോടെ നിങ്ങൾ ഭവനത്തിലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ചിന്തയെ ഈ സമയം ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്താണ് മഞ്ഞും മഴയും? നമുക്കറിയാം, നമ്മൾ പ്രകൃതിയിൽ കാണുന്ന മഞ്ഞും മഴയും എത്രത്തോളം നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, വീട്ടിലെ ചെടികളെല്ലാം വാടിപ്പോയി, അത്യുഗ്രമായിരിക്കുന്ന വേനലാണ്, ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയത്തില്ല, വല്ലാത്ത ചൂടാണ്, ഈ വീട്ടിൽ തന്നെ അങ്ങ് ഇരുന്നാൽ മതി, പുറത്തോട്ടിറങ്ങാൻ ഒരു ഉത്സാഹവും ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് തീരുമാനിക്കുക? നിങ്ങൾ പറയും, കണ്ടോ എത്ര ചൂടായിരുന്നു, നല്ലൊരു മഴ പെയ്തു, വളരെ സന്തോഷം നിങ്ങൾക്കുണ്ടാകും. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതായ, നിങ്ങൾ നിരാശയോടിരുന്ന, നിങ്ങൾക്ക് അസഹ്യമായിരുന്ന ആ ഉഷ്ണ ചൂടിനെ അല്ലെങ്കിൽ വളരെ നിങ്ങളെ അസഹ്യപ്പെടുത്തിയിരുന്നതായ ആ വലിയ വേനലിൽ നിന്ന് അല്പ നിമിഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷപ്രദമായിരിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? നിങ്ങൾക്ക് ലഭിച്ചതായ ആ മഴ കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ മഴയും മഞ്ഞും തരുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട്? ഭൂമിയിലെ സസ്യങ്ങളെ മുളപ്പിക്കുക, ഭൂമിയിലെ ഫലവത്തായ വൃക്ഷങ്ങളിൽ ഫലവത്തായ ഫലങ്ങളെ നമുക്ക് നൽകുക, നമുക്ക് വേണ്ടതായ കൃഷിഫലങ്ങൾ നൽകുക, നമ്മുടെ യാത്രയെ സുഗമമാക്കുക, നമുക്ക് വേണ്ടതായ ജലപാനീയം നമുക്ക് കുടിക്കത്തക്ക നിലവാരത്തിൽ അത് നൽകിത്തരിക. ഇതൊക്കെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെതായ സാന്നിധ്യത്താൽ നമ്മൾ ശാസ്ത്രപരമായിട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും അത് നീരാവിയാണ്, അത് മഞ്ഞായി മഴയായി പെയ്യുന്നതൊക്കെ നമ്മൾ പറയും. പക്ഷെങ്കിൽ ശാസ്ത്രത്തിനേക്കാളൊക്കെ അപ്പുറമായി, ശാസ്ത്ര ചിന്തകളെക്കാളൊക്കെ അപ്പുറമായി ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്, ഞാൻ ആകാശത്ത് നിന്ന്. അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞത്? ഒന്നുകൂടെ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം, മറന്നു പോകരുത്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു. പ്രിയമുള്ളവരെ, ആകാശത്ത് നിന്ന് മഴ നൽകി നമ്മുടെ ഭൂമിയെ നനച്ച് അതിനെ ഫലവത്താക്കി. അപ്പോൾ നോക്കിക്കേ, ദൈവം എത്ര ക്രിയകളാണ് ചെയ്യുന്നത്. ആകാശത്ത് നിന്നും മഴ നമുക്ക് നൽകി, കൂടാതെ മഞ്ഞ് നമുക്ക് നൽകി. ഇതൊന്നും നമ്മളാരും കൊണ്ടുവന്നതല്ല, നമ്മൾ അനുഭവിക്കുന്നതായ ഈ നിത്യമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഇത്രമാത്രം ആനന്ദകരമായിരിക്കുന്ന, നമുക്ക് ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സസ്യങ്ങളെയും മുളപ്പിക്കുവാൻ തക്കവണ്ണം ഭൂമിയെ നനച്ച് അതിനെ ഫലപുഷ്ടിയാക്കി മാറ്റി അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, ദയയാണ്. ഇന്ന് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ ദൈവിക വചനം നിങ്ങളുടെ ഉള്ളിലെത്തുമ്പോൾ അത് മഞ്ഞായി മഴയായി നിങ്ങൾ ഏത് വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിന്മേൽ നനച്ച് അതിന്റെ മതത്തിൽ വിളവ് തരുന്ന ഒരു ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഇന്ന് ഈ പ്രഭാതങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നട്ടവനും നനച്ചതുവരും ഏതുമില്ലാതിരിക്കെ വളർത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നട്ടവർ, ഒരുപക്ഷെ നിങ്ങൾ ഒരു ചെടി നട്ടേക്കാം പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ അതിന് വെള്ളം കോരി നനച്ചേക്കാം, പക്ഷെ അതിനുണ്ടാകുന്ന ഫലം പറിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളായിരിക്കുകയില്ല. എന്നാൽ നിങ്ങളുടെ തലമുറകളെ കൊണ്ട് അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകർത്താൻ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ അനുഭവിക്കുവാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, തലമുറകളെ നോക്കിക്കൊണ്ട് വ്യക്തിജീവിതങ്ങൾ പറഞ്ഞേക്കാം ഒരു നന്മ അനുഭവിക്കത്തില്ല, ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ ഭവനത്തിനകത്ത് എന്നും ദുഃഖവും സങ്കടവും നിരാശകളും വേദനകളുമാണെന്ന് പറഞ്ഞ മനുഷ്യ ഹൃദയങ്ങൾ മാറിപ്പോകുമ്പോൾ
യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി മഞ്ഞും മഴയും അയച്ചു തന്ന് നിങ്ങളെ സംതൃപ്തമായ അനുഗ്രഹത്തിലേക്ക് ഫലവത്താക്കി തീർക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യമുണ്ടെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നിരാശയോടെ ഇരിക്കുന്ന മാതാവേ, പിതാവേ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ഈ വചനം ഒന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമോ? കരുത്തോടെ പറ, സന്തോഷത്തോടെ പറ, പ്രത്യാശയോടെ പറ, ചിരിച്ചുകൊണ്ട് പറ. എന്താണ് പറയേണ്ടത്? എന്റെ ദൈവം ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും അയച്ച് ഭൂമിയെ ഫലവത്താക്കി മാറ്റുവാൻ അതിനെ നനച്ചുവെങ്കിൽ ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ സ്വർഗത്തിലെ ദൈവം എന്റെ വിഷയത്തിന്റെ മഞ്ഞും മഴയും അയച്ച് അതതിന്റെ കാര്യം സാധിപ്പിച്ചിട്ട് ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി ചെല്ലുകയാണെന്ന് തിരുവചനം വായിക്കുന്നുവെങ്കിൽ ആ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾ പറ, എന്റെ വിഷയത്തിന് എന്റെ സ്വർഗത്തിലെ ദൈവം മഞ്ഞും മഴയും അയക്കും. പ്രിയമുള്ളവരെ, വചനം വായിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഹല്ലേലൂയ എന്റെ സഹോദരി സഹോദരന്മാർ, ഹല്ലേലൂയ മാതാക്കൾ, പിതാക്കൾ, ആരെങ്കിലും ഈ വചനം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കൽ കൂടി വചനം പറയണം. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും അയച്ച് ഭൂമിയെ നനച്ച് അതിനെ ഫലവത്താക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഞങ്ങളുടെ വിഷയത്തിന്റെ മധ്യത്തിലും മഞ്ഞും മഴയും അയച്ച് ഇതുവരെയും ഫലവത്താകാതിരിക്കുന്ന ചില വിഷയങ്ങൾ അതിന്റെ മുള ഹല്ലേലൂയ അത് അനുഗ്രഹത്തോടെ ഹല്ലേലൂയ അത് പുറത്തു വന്നതിന്റെ ഫലം കായ്ക്കുമെന്ന് എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും? അവരുടെ പേര് ഈ അടയാളം നടക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ അനുഗ്രഹമൊന്നും ശോഷിച്ചു പോകത്തില്ല കേട്ടോ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നല്ല വിത്തുകൾ നടുന്ന സമയം. മണ്ണിലേക്ക് നല്ല കൃഷിക്കാരൻ നല്ല വിത്തുകൾ പാകപ്പെടുത്തി മണ്ണ് കിളച്ച് അത് മണ്ണിനടിയിൽ നല്ല ഫലം കായ്ക്കുവാൻ നടുകയാണ്. പക്ഷെ ആ കൃഷിക്കാരൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. ഞാൻ നട്ടിരിക്കുന്ന ഈ ഫലമുണ്ടല്ലോ, അത് അല്ലെങ്കിൽ അതിൻ്റെ മുള വരും, അത് കിളിർക്കും, അതിൽ ഫലവത്തുണ്ടാകും, ഞാൻ അതിൻ്റെ ഫലം അനുഭവിക്കും. നിരാശയുടെ വാക്കല്ല ആ കൃഷിക്കാരൻ പറയുന്നത്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും നിരാശയുടെ വാക്ക് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്നുവെങ്കിൽ, നെഗറ്റീവാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആ നെഗറ്റീവെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുള്ളൂ കേട്ടോ. പ്രിയമുള്ളവരെ, നെഗറ്റീവ് നമ്മുടെ വീട്ടിൽ പറയരുത്. അവൾ പോസിറ്റീവ് എനർജി ഉള്ളവരായിരിക്കാം. ദൈവവചനം വിളിച്ചു പറയുന്നത് അങ്ങനെയാണ്. ദൈവം എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് ഒന്നും ഇല്ല എന്നുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവവൈതൽ, ദൈവമക്കൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബം, നിങ്ങൾ വിളിച്ചു പറയണം, ദൈവത്താലെല്ലാം സാധ്യമാണ്. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നും തന്നെ ഇല്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ് കേട്ടോ. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. മനുഷ്യനാണ് സാധ്യതയില്ലെന്ന് പറയുന്നത്, മനുഷ്യനാണ് പറയുന്നത് നടക്കത്തില്ലെന്ന് പറയുന്നത്, മനുഷ്യനാണ് പറയുന്നത് ഒരു കാര്യമില്ല, അതൊന്നും പോകണ്ടെന്നേ, ശ്രമിക്കേണ്ടെന്നേ, അതൊന്നും ഫലവത്താകത്തില്ലെന്നേ, അതൊന്നും കിളിർക്കത്തില്ലെന്നേ, അതിനെ ഒന്ന് ഫലം പുറത്തു വരത്തില്ലെന്നേ, വെറുതെ മെനക്കെടാവുന്നേ ഉള്ളൂ, വെറുതെ മണ്ണിൽ കിളയ്ക്കാവുന്നേ ഉള്ളൂ, വെറുതെ അതിന് ആറാവുന്നേ ഉള്ളൂ, പക്ഷെ ഫലം കായ്ക്കത്തില്ല. ഇല്ല ഇല്ല, ദൈവം അങ്ങനെയാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞു, നീ നട്ടിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ ഫലം ഫലിക്കുക തന്നെ ചെയ്യും, നീ അതിന്റെ ഫലം കഴിക്കുക തന്നെ ചെയ്യും, അതിന്റെ ഫലം നിന്റെ ജീവിതത്തിൽ വിജയമാക്കി മാറ്റുക തന്നെ ചെയ്യും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, വചനം കേൾക്കുക മാത്രമല്ല, അത് ശ്രവിക്കുക മാത്രമല്ല, അത് ഉള്ളത്തിൽ കൈക്കൊണ്ട് അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേലാണ് ദൈവിക അനുഗ്രഹം കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കാണാത്ത കാര്യങ്ങളെ, അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം അതിന്റെ മധ്യത്തിൽ വലിയ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇല്ല സിസ്റ്ററെ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല, അതൊന്നും സംഭവിക്കത്തില്ലെന്നേ, അതൊക്കെ അസാധ്യമാണ്. ഒരിക്കലുമല്ല. ഇവിടെ ദൈവം തന്നെയാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അറിയിക്കുകയാണ്. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതവണ്ണം വിതപ്പാൻ വിത്തും തിന്മാൻ ആകാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. അപ്പോൾ ദൈവവചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു അത്ഭുതം സംഭവിക്കും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ലോകമെമ്പാടും അനേക ദൈവമക്കളും അത്ഭുതങ്ങളെ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് വാഹനം കിട്ടണേ, അല്ലെ, എൻ്റെ കുട്ടി അല്ലെ അമേരിക്ക പോണേ, ലണ്ടനിൽ പോണേ,
യൂറോപ്പിൽ പോകണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ഇത് മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലും മാത്രം അയക്കുന്നതല്ല നമ്മുടേതായിരിക്കുന്ന അനുഗ്രഹം. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലെ തലമുറകളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ മേൽ ഒരു ദുഷ്ടനും ദൃഷ്ടി വയ്ക്കുവാൻ കഴിയില്ല. കാരണം വാഗ്ദത്തം പറഞ്ഞത് ദൈവമാണ്. വാഗ്ദത്തങ്ങളെ മറച്ചു കളയുവാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മണത്തരികളെ പോലെയും ഞാൻ നിനക്ക് സന്താനങ്ങളെ തരും. പക്ഷെ അപ്പോസ്തലനെ കണ്ടപ്പോൾ തന്നെ അബ്രഹാമിന്റെ ചിന്തകൾ ആകെ മാറി. എന്റെ നന്മയുടെ ഉറവിടമായിട്ട് എനിക്ക് ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമോ? ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ് അബ്രഹാം പതുക്കെ മാറി നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല 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 എന്നല്ല, ദൈവം പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ഒരു വാഗ്ദത്ത സന്തതിയെ നൽകിത്തരും. ഹല്ലേലൂയ! എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? വാഗ്ദത്തം ചെയ്തവൻ മാറുകയില്ല കേട്ടോ. പല മനുഷ്യരും വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകും. പക്ഷെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറച്ച മനസ്സിലിട്ടുകൊള്ളണം. എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. പോസിറ്റീവ് എനർജിയോടെ വീട്ടിനകത്ത് കരുവത്തി പറ, എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വൻ കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കണം, ചെറിയ കാര്യങ്ങളെയും നമ്മൾ ആഗ്രഹിക്കണം. ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ വൻ കാര്യങ്ങളെയും തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ചെറുതും വലുതുമായ ഏത് വിഷയങ്ങളെയും ദൈവത്തിന് മുൻപാകെ കൊണ്ടുവയ്ക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം, എല്ലാവരും കേട്ട് നമ്മുടെ ചിന്തകളിലൊക്കെ ഇരിക്കുന്ന ഒരു ദൈവവചനമാണ്. ദൈവവചനം ചിന്തിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു ബാലന്റെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. എങ്ങനെ? ദൈവത്തിന്റെ യേശു കർത്താവിന്റെ വചനം കേൾക്കുവാൻ, യേശുക്രിസ്തുവിന്റെ വാമൊഴിയായി കേൾക്കുന്നതായ തിരുവചനങ്ങളല്ല വാക്കുകൾ കേൾക്കുവാൻ യേശു കർത്താവിനോടൊപ്പം പുരുഷാരം സഞ്ചരിച്ചു. ആ കൂടെ ഒരു ചെറിയ ബാലനും സഞ്ചരിച്ചു. ആ ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. ചെറിയ ഒരു പൊതി മാത്രമാണ്. എന്നാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞു എന്നപ്പോൾ അവരുടെ ശുശ്രൂഷകളെല്ലാം യേശു കർത്താവിന്റെ വചനങ്ങളെല്ലാം കേട്ട് അവർ സന്ധ്യായാമത്തോടടുത്തപ്പോൾ അവർക്ക് വല്ലാണ്ട് വിശന്നു. കൂടെ ഇരുന്ന പുരുഷാരത്തിനും സകല ജനങ്ങൾക്കും എന്തുണ്ടായി? വിശപ്പ് ഉണ്ടാകുവാനിടയായി തീർന്നു. അപ്പോൾ യേശു കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, അവര് ധാരാളം പുരുഷന്മാരുണ്ട്, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് എന്ത് നമ്മൾ ഭക്ഷിക്കുവാൻ കൊടുക്കും? അവർ വിശന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ടോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പക്കലൊന്നും ഒന്നുമില്ല യേശു കർത്താവേ. ഇവിടെ ഒരു ചെറിയ ബാലനുണ്ട്. ആ ബാലന്റെ പക്കൽ ഞങ്ങൾ കേട്ടു 5 അപ്പവും 2 മീനുമുണ്ട്. അതുകൊണ്ട് ആ ബാലന്റെ പക്കലുണ്ട്, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പ്രിയരെ, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? യേശുവിന്റെ വചനം കേട്ട് നിത്യമായി ദൈവത്തിന്റെ വചനം ശ്രവിക്കുകയും നിത്യമായി പ്രാർത്ഥിക്കുകയും നിത്യമായി ആരാധന കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിലൊരു ചോദ്യമാണ്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഹല്ലേലൂയ! നിങ്ങൾക്ക് എന്താണ് യേശുവിന് കൊടുക്കുവാനുള്ളത്? നമ്മൾ പലപ്പോഴും യേശുവിനോടാണ് വാങ്ങിക്കുന്നത്. ഇങ്ങോട്ട് താ നമ്മൾ പറയും. പക്ഷെ യേശു തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ധാരാളം ജനം വിശന്നിരിക്കുകയാണ്. അവർക്ക് കൊടുക്കുവാൻ വല്ലതുമുണ്ടോ? ശിഷ്യന്മാരോട് ചോദിച്ചു. 12 പേര് കൂടെ നടക്കുകയാണ്. വല്ലതും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. പക്ഷെ ഇനി നിങ്ങളുടെ പക്കലുണ്ടോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ചെറിയ ബാലൻ നിൽപ്പുണ്ട്. അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. പക്ഷേ അവൻ ചോദിച്ചാൽ അത് തരും എന്ന് പറഞ്ഞ് ആ ബാലനോട് വാങ്ങി ആരുടെ കൈ കൊണ്ട് കൊടുത്തു? ശിഷ്യന്മാർ യേശുവിന്റെ കൈ കൊണ്ട് കൊടുത്തു. യേശു അത് വാങ്ങിച്ചു നോക്കിയപ്പോൾ 5 അപ്പവും 2 മീനും കറക്റ്റാ, തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഉള്ളതുപോലെ അങ്ങ് കൊടുത്തുകൊണ്ട് അവിടെ ഒരു അവിശ്വസ്തതയും കാണിച്ചില്ല. പ്രിയരെ, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച, ആത്മനിറവോടെ പ്രാർത്ഥിച്ച, ആത്മകൃപയോടെ നാം മുഴങ്കാലം മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ പ്രവൃത്തി മേഖലകളിലുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട്. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? എന്റെ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എനിക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. എന്റെ വിഷയത്തിന്മേൽ ഒരു ദൈവം എനിക്ക് മറുപടി തരും. ശത്രു എത്ര എതിരായി നിന്നാലും, ശത്രു എത്ര അതിനായി ശ്രമിച്ചാലും, എന്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും തടസ്സമായി ശത്രു എത്ര പഴുതുകൾ ഒരുക്കിയാലും സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്ന് ആ പഴുതുകളെ നീക്കിയിട്ട് എന്റെ ജീവിതത്തിന്റെ വിഷയത്തിന്മേൽ ഒരു അനുഗ്രഹത്തിന്റെ കലവറകളെ തുറന്നു
അനുഗ്രഹിച്ചു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായിരിക്കുന്ന സ്വപുത്രനായിരിക്കുന്ന യേശു കർത്താവ് പോലും പിതാവിനോട് പ്രാർത്ഥിച്ചുവെങ്കിൽ എന്റെ പകൽക്കാലം ആത്മനിർഭരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ ആത്മനിർഭരോട് പ്രാർത്ഥിക്കുന്നുണ്ട്? എന്റെ വിഷയത്തിന്മേൽ, എന്റെ കുഞ്ഞിന്റെ വിഷയത്തിന്മേൽ, വിവാദപ്രായം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, എത്ര കാലഘട്ടങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉത്തരം തരുവാൻ പോകുക. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബമേ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഭൂമിക്കും നാഥനാകുന്ന ദൈവം ചില കഥകളെ തുറക്കുവാൻ പോകുക. ഇന്ന് പകൽക്കാലം ചില വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതമേ, നിങ്ങൾക്ക് വേണ്ടി ചിലത് ദൈവം ചെയ്യുവാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ഈ ശിഷ്യന്മാർ കൊണ്ടുകൊടുത്തിരിക്കുന്നതായ ഈ 5 അപ്പവും 2 മീനും കരങ്ങളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വർലോകത്തിലെ ഭൂലോകത്തിന് താക്കോൽ കരസ്ഥമാക്കിയ ഉന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ കൈ കീഴിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ ഹല്ലേലൂയ, ഈ എന്റെ കയ്യിലിരിക്കുന്നതായ ഈ 5 അപ്പവും 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച് അങ്ങ് തന്നെങ്കിൽ മാത്രമേ ഈ പുരുഷാരത്തിന് കൊടുക്കുവാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ യേശു അങ്ങനെ തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചിരിക്കും. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? യേശു കർത്താവിന് തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായിരിക്കുന്ന ദൈവം അത് കേട്ട് തന്റെ വചനമയച്ച് നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ. സകമന രഗതരഗ ദീപന വലവന സന്ദേശമനാരകന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനാകുന്ന നമ്മുടെ യേശു കർത്താവിന് പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഭൂമിയിൽ വെച്ച ഉയരത്തിലേക്ക് നോക്കി തന്റെ കയ്യിലിരുന്ന കൈവശമുള്ളതായിരിക്കുന്ന ആ ചെറിയ പൊതി വാങ്ങി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചെങ്കിൽ ഉള്ള അവസ്ഥകൾ ഉള്ളപ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്ക പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഉള്ളതുള്ളതുപോലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ഉള്ളതുള്ളതുപോലെ ദൈവത്തോട് പറഞ്ഞ, ഉള്ളതുള്ളതുപോലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത എന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, കൃഷിക്കാരൻ സന്തോഷിച്ച്. എന്തുകൊണ്ട്? അവൻ നല്ലതായിരിക്കുന്ന കൃഷിഫലത്തിന്മേൽ ആ കൃഷിക്കാരന് ഒരു സന്തോഷമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഞാൻ നട്ടിരിക്കുന്ന ഫലം കിളിർക്കുക തന്നെ ചെയ്യും, അതിൽ ഫലം കഴിക്കുക തന്നെ ചെയ്യും. കാരണം എന്തെന്നോ? ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും അയച്ചു തരുന്ന ഒരു ദൈവം എനിക്ക് മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, വിഷയം ദൈവങ്ങളിലേക്ക് കൊടുക്കുവാൻ സാധിക്കും. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രയാസപ്പെടുന്ന വചനം, യേശുവേ ഞാൻ പ്രയാസപ്പെടുന്നിരിക്കുന്ന ഈ വിഷയത്തിന്റെ മധ്യത്തിൽ മഞ്ഞും മഴയും അയച്ചെന്നെ വിടുവിക്കുവാൻ അങ്ങക്ക് കനിവുണ്ടാകണമെന്ന് എത്ര പേര് വായിക്കും, എത്ര പേര് പ്രാർത്ഥിക്കും? ഈ വചനത്താൽ നിങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ വചനം കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു മിറുക്കൾ നിങ്ങൾക്ക് കാണുവാൻ സഹായിക്കും. അതിന് തൊട്ടടുത്തതായിരുന്ന വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കിക്കേ, ദൈവം അയക്കുന്നതായ മഴയും മഞ്ഞും ആ ഭൂമിയെ നനച്ച് അത് ഫലവത്താക്കി നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, നിങ്ങൾ സങ്കടപ്പെടുന്ന വിഷയത്തിന്മേൽ, നിങ്ങൾ നിരാശയോടിരിക്കുന്ന വിഷയത്തിന്മേൽ ആ മഞ്ഞും മഴയും ദൈവത്തിന്റെ സ്നേഹവും കരുണയും ദയയും നിങ്ങളുടെ വിഷയത്തിന്മേൽ മഞ്ഞായി മഴയായി പെയ്തിറങ്ങി അതൊരനുഗ്രഹത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിക്കാത്തത്, ഇതുവരെയും നടക്കാത്തത്, ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ കൈവശം ലഭിക്കാതിരിക്കുന്നത് ആത്മനിർഭരമായി പ്രാർത്ഥിക്കുക. ഇന്ന് ഏറ്റെടുക്കുക. ഈ വിഷയം നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടത് മറ്റാർക്കുമല്ല, എനിക്ക് തന്നെയുള്ള വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് ഏറ്റെടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി താമസം വരെ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ണാർക്കാണ്ട് സന്തോഷിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മഞ്ഞും മഴയും അയച്ച ഭൂമിയെ നനച്ച് ഹല്ലേലൂയ അതിനെ ഫലവത്താക്കി ഹല്ലേലൂയ ആ ഫലത്തെ പുറത്തു കൊണ്ടുവന്ന് അത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് എന്ന് പറഞ്ഞ ദൈവം തന്റെ മക്കളെ അനുഗ്രഹിക്കും. ദൈവം തന്റെ മക്കളെ അനുഗ്രഹിക്കും. അവരോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാകട്ടോ. ലോകം നമ്മെ ശപിക്കും, ലോകം നമ്മളെ ശപിക്കും, വ്യക്തി ജീവിതങ്ങൾ നമ്മളെ ശപിക്കും. അവൻ ഗുണപ്പെടുകയില്ല, അവൻ ഗുണപ്പെടുകയില്ല, അവൻ നന്നാകയില്ലെന്നൊക്കെ പറഞ്ഞ് ലോകം നമ്മളെ ശപിക്കും കേട്ടോ. ശാപങ്ങൾ കേട്ടവരോ ഞാൻ ആത്മനോട് പറയുക, അതൊക്കെ വെറും ശാപങ്ങളാ. നിന്റെ പേർ ദൈവ അനുഗ്രഹം ദൈവം മുന്നേ തന്നിട്ടുണ്ടെങ്കിൽ, വാഴ്ചത്തെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ശാപങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നുവരില്ല. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിൽ ദൈവമുണ്ടെന്ന് ഇന്ന് വരുത്താൻ ഞാൻ നിങ്ങളും അറിഞ്ഞിരിക്കണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ശാപങ്ങളൊന്നും നമ്മൾ കേൾക്കത്തില്ല.
കാരണം കൂടാതെ ശാപം ഏൽക്കുകയില്ല എന്ന് തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശാപങ്ങൾ കേട്ട് നിങ്ങൾ ഇരിക്കരുത്. ഹിന്ദുക്കൾക്കാരെല്ലാം ശാപമായിരിക്കുന്നെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ഒരു ദൈവാത്മാ പറയാ, ആ ശാപത്തെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ആത്മാവിൽ പറ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇത് ഞങ്ങളുടെ ദോഷമാണ് കേട്ടോ, ഇത് ഞങ്ങളുടെ ശാപമാണ്. ഞങ്ങൾ എത്ര നാളെ അനുഭവിക്കും. ഇതൊന്നും മാറിപ്പോകത്തില്ലെന്നേ, മാറിപ്പോകുമെന്നേ, ഇത് നഷ്ടമാകത്തില്ലെന്നേ. ഇത് ദൈവത്തിന്റെ വചനമാണ്. അത് വെച്ച് പ്രാർത്ഥിച്ചാൽ, ആ വചനത്തിൽ വിശ്വസിച്ചാൽ, ആ വചനം കൊണ്ട് നിങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ആ ആകാശത്തിന് മഞ്ഞും മഴയും അയച്ച് ഭൂമിയെ നനച്ച് അത് ബലവത്താക്കിയെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളെയും ദൈവം കേട്ട് കരുണയും ദൈവമാകുന്ന മഞ്ഞും മഴയും അയച്ച് നിങ്ങളുടെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി കാണുവാനിടയാക്കി. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് പ്രിയമുള്ള ദൈവജനമേ? എത്ര പേർ അത് ഏറ്റെടുക്കും? എന്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ആരുടെ ചില മുടങ്ങിക്കിടക്കുന്ന ജോലികൾ ഓപ്പൺ ആവാൻ പോവുകയാണ്. ഹാലലുയ. ഇതുവരെയും ഹാലലുയ ടിക്കറ്റ് എടുത്തിട്ട് പലപ്പോഴും വിസ ശരിയായിട്ട് പോകുവാൻ കഴിയാതിരിക്കുന്ന ചില ജീവിതങ്ങളുടെ പരിശുദ്ധാത്മ പറയുകയാണ്, നിങ്ങൾ തയ്യാറായിക്കോ, നിങ്ങളുടെ ഫ്ലാറ്റ് നമ്പർ പോലും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മാ പറയും, ഈ രോഗം വിട്ടുപോകുകയില്ലെന്ന് പറഞ്ഞ ചിലരോട് പറയുക, മഞ്ഞും മഴയ്ക്കും മഴയും കരുണയുടെയും ദയയുടെയും മഞ്ഞും മഴയും അയച്ച ശരീരത്തെ കൊള്ള ആരുടെ അതിനെ തണുപ്പിച്ച് ശരീരത്തിൽ ഇരിക്കുന്ന രോഗകീടങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതകരമായി നടക്കാൻ പോയി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു വിടുതലായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അനുഗ്രഹമായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ. അത് മാത്രമല്ല, അതിന് 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും, മുള്ളിന് പകരം സകലവൃക്ഷം മുളയ്ക്കും, പാറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും, അത് യഹോവയ്ക്കൊരു കീർത്തിയാകും. നോക്കിക്കേ, എത്ര നന്മയാണ് ദൈവം നമുക്ക് നൽകുവാൻ പോകുന്നത്. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീരും. പ്രിയമുള്ളവരെ, നമുക്ക് കാണുവാൻ കഴിയുന്ന മഴയും മഞ്ഞും അയച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഓരോ ഭവനത്തെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ഹാലൂയ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും. വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, അവരുടെ പഠനം എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കുന്നവരെ, അവരെ ദൈവം സമർത്ഥമായ ദൈവം അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പാസ്പോർട്ട് എടുത്ത് കരകളിൽ വെച്ചിട്ടും ഇതുവരെ യാത്ര ചെയ്യുവാൻ കഴിയാത്ത ചിലരെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതിനങ്ങൾ നിങ്ങളുടേതായ പാസ്പോർട്ടുകൾ അത് ഓക്കെ ആക്കി തരുന്ന ദൈവമുണ്ട് കേട്ടോ. ദൈവം അതിനെ പാസ്സാക്കിയിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അല്ലെ, ദൈവം എനിക്ക് വേണ്ടി മഞ്ഞും മഴയും അയക്കും. കുടുംബത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധൻ പറയുന്നു, ഇതുവരെയും കടഭാരങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരാൽ നിൽക്കുന്ന ചിലരെ ആത്മാവിൽ കാണുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കടഭാരങ്ങളെ നീക്കി നിങ്ങൾ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കണം. നിങ്ങളെ മുൻപോട്ട് വിടുകയെന്ന് വാദിക്കുന്ന ചില വാദപ്രതിവാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവുകയാണ്. ചില കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. ഇതുവരെ പുറത്തിറങ്ങി ആ നന്മ കണ്ടിട്ടില്ലാത്ത ചില കണ്ണുകൾ, ആത്മനിർഭോടെ നിങ്ങൾ ചില നന്മകൾ നിങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുവാൻ പോവുകയാണ്. ഇതുവരെ ഇല്ലാത്ത ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്ത ദൈവത്തിനൊരു നന്ദി പറ. ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും അയച്ച് അതിന്റെ കാര്യം സാധിപ്പിച്ച് മടങ്ങി വരുന്ന ദൈവത്തിന്റെ വചനത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ, എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ മഹത്വം ഓരോ ഭവനങ്ങളിലും അനുഗ്രഹമായി വെളിപ്പെടട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ കൃപയിലേക്ക് പരിശുദ്ധനായ സ്വർഗീയ നല്ല എല്ലാ ഭവനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും അയച്ച് അതതിന്റെ കാര്യം സാധിപ്പിച്ചിട്ട് അതിൽ മടങ്ങി വരുന്ന ദൈവത്തിന്റെ വചനത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. പ്രത്യാശയോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണം. TV പ്രക്ഷേപണം ചെയ്തിരിക്കുന്ന കർത്താവ് ഈ പ്രക്ഷേപണത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഇതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു അനുഗ്രഹമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.